പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 48 മണിക്കൂർ മുമ്പേ വിമാനത്താവളത്തിന്റെ അനുമതി വാങ്ങണമെന്ന ഉത്തരവ് ഗൾഫിൽ വൻ പ്രതിഷേധത്തിനിടയാക്കുന്നു. കരിപ്പൂർ എയർപോർട്ടിലെ ഹെൽത്ത് ഓഫീസറുടെ ഉത്തരവ് സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പവും ചെറുതല്ല. ഗൾഫിൽ മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ 1-2 ദിവസം കൊണ്ട് നാട്ടിലെത്തിക്കാവുന്ന സൗകര്യമാണ് പുതിയ ഉത്തരവോടെ ഇല്ലാതായത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്കുള്ള മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ ഗൾഫിലെ കാർഗോ വിമാന കമ്പനികൾ മടിക്കുകയാണ്. 4 ദിവസം 5 ദിവസം ഈ ബോഡി കയറ്റി വിടുന്നത് കഴിയൂല. രണ്ടാമത് കൊടുത്ത് എംബാമിംഗ് സർട്ടിഫിക്കറ്റാണ്. ഈ എംബാമിംഗ് ദുബായിൽ സോനാപൂർ എന്ന സ്ഥലത്ത് എംബാമിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്നാൽ ആ ബോഡി നേരിട്ട് എയർപോർട്ടിലാണ് കൊണ്ടുപോകുക. പിന്നെ 48 മണിക്കൂർ ഈ ബോഡി എവിടെ കൊണ്ടുവെക്കും? മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ അനാവശ്യ കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. 10 മിനിറ്റ് കൊണ്ട് ക്ലിയറാക്കുന്ന പേപ്പർ 4 മണിക്കൂർ എടുത്തു. 4 മണിക്കൂർ എടുത്തിട്ടും ആ ബോഡി അയാൾ കയറ്റി വിടാൻ തയ്യാറാവുന്നില്ല. പ്രവാസികളുടെ മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് 48 മണിക്കൂർ മുമ്പ് സർക്കാരിനെ അറിയിച്ച് മരിക്കുക എന്നുള്ള ഒരു തരം സമീപനം ഇത് എടുത്തു കളയേണ്ടതാണ്. ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ആരോഗ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് എന്ന് അവകാശപ്പെടുമ്പോഴും മറ്റൊരു രാജ്യത്തേക്കും മൃതദേഹം കൊണ്ടുപോകാൻ 48 മണിക്കൂർ മുമ്പ് അനുമതി നേടേണ്ടതില്ല. ബിനുവേസ് കൊട്ടാരക്കരയ്ക്കും മൊയ്നുദ്ദീനുമൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നിബന്ധനയിൽ സംസ്ഥാന സർക്കാർ ഇടപെടൽ. കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഗൾഫിൽ മരിച്ച വയനാട് സ്വദേശിയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. ഇതിനായി പ്രവാസി സംഘടനകളുടെ സഹായവും തേടും. വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീനുണ്ട്. ഷിനോജ്, അനാവശ്യമായ ഒരു ഉത്തരവാണ് ഇത് എന്നാണോ പ്രവാസ ലോകത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ? വലിയ പ്രതിഷേധമാണോ ഇതിനെതിരെ അവിടെ ഉയരുന്നത്? സായികുമാർ, ഇത് പ്രവാസികൾക്കിടയിൽ മാത്രമല്ല, ഈ എയർലൈൻ കാർഗോ കൈകാര്യം ചെയ്യുന്നവർക്കിടയിലും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യക്കാരുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോകാൻ തടസ്സം നേരിടുന്നതും കാലതാമസം ഉണ്ടാകുന്നതും. അതായത് ഇത്തരമൊരു ഉത്തരവ് ലഭിച്ചത് ഈ എയർലൈൻ കമ്പനികൾക്കാണ്. ഇനി മുതൽ 48 മണിക്കൂറിന് മുമ്പ് മൃതദേഹം എത്തിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ക്ലിയറൻസ് വാങ്ങിയിരിക്കണം, ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിയിരിക്കണം എന്നുള്ള ഉത്തരവ് ലഭിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ്. ഇത് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങൾക്കും ബാധകമായ ഒരു ഉത്തരവ് എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ വിമാന കമ്പനികൾ ഇതിനെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലേക്കും വാരണാസിയിലേക്കും ഒക്കെയുള്ള മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇത് തടസ്സവുമായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ സാമൂഹിക പ്രവർത്തകർ. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നിബന്ധന ഏർപ്പെടുത്തുന്നത് എന്നത് സംബന്ധിച്ച് അവിടെ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് ഇത് അന്താരാഷ്ട്ര നിയമമാണ്. പകർച്ചവ്യാധികൾ തടയുന്നതിനു വേണ്ടി ഉള്ള നിയമമാണ്. ഇത് നേരത്തെ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമം കൂടി പാലിച്ചാണ് ഇത്തരമൊരു ഉത്തരവ് എന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമമാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനും ഈ ബുദ്ധിമുട്ട് ഉണ്ടാവണമല്ലോ. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മറ്റു രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലേക്കോ ഫിലിപ്പീൻസിലേക്കോ മൃതദേഹം കൊണ്ടുപോകുന്നതിന് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ അനുഭവിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് ഈ ഉത്തരവ് തടസ്സമായിരിക്കുകയാണ്. സായി, ഷിനോജ്, മുൻപ് ഇത്തരത്തിലുള്ള ഒരു തടസ്സമൊന്നും ഉണ്ടായിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് ചെറിയ ചില നടപടിക്രമങ്ങൾ മാത്രമല്ലേ ഈ മൃതദേഹം എത്തിക്കുന്നതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിരവധി സാമൂഹ്യ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? മുമ്പൊക്കെ ഗൾഫിൽ നിന്നുള്ള ഡോക്യുമെന്റ്സുകൾ ക്ലിയർ ആക്കാനുള്ള ബുദ്ധിമുട്ടാണ് സാമൂഹ്യ പ്രവർത്തകർ പങ്കുവച്ചിരുന്നത്. കാലങ്ങൾ മുന്നോട്ട് പോയതോടുകൂടി ഗൾഫിൽ നിന്നുള്ള രേഖകൾ ശരിയാക്കുന്നത് വളരെ സുഗമമാവുകയും എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന നടപടിയിൽ തടസ്സം നേരിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കണമെന്നാണ് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും പ്രവാസി സംഘടനകളും ആവശ്യപ്പെടുന്നത്. വളരെ സുഗമമായ രീതിയിൽ എത്രയും പെട്ടെന്ന് പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിയാണ് ഇവർ പ്രതീക്ഷിക്കുന്നതിന്. ശരിക്കും ഇപ്പോൾ ഇവിടെ ലഭിച്ച ഉത്തരവ് തിരുത്തിക്കൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടുത്തെ എയർലൈൻസുകളിൽ കാർഗോ കേന്ദ്രങ്ങളിലേക്ക് എത്തണമെന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. വ്യക്തമായ ഷിനോജിലേക്ക് വരാം. PM ജാബിർ മസ്കത്തിലെ സാമൂഹ്യ പ്രവർത്തകനും സംസ്ഥാന ആസൂത്രണ ഉപദേശക സമിതി അംഗവും കൂടിയാണ് അദ്ദേഹം. ശ്രീ PM ജാബിർ, വളരെ പെട്ടെന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ എല്ലാവരും പെടാപ്പാട് പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില നിബന്ധനകൾ വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും.
2 ദിവസം 48 മണിക്കൂർ മുമ്പേ അറിയിക്കണം, അതിനുശേഷം മാത്രമേ മൃതദേഹം എത്തിക്കാൻ കഴിയൂ എന്നതടക്കമുള്ള ചില അനാവശ്യ നിബന്ധനകൾ. എന്തിനാണ് ഇത്തരത്തിലുള്ള നിബന്ധനകൾ കൊണ്ടുവരുന്നതെന്നാണ് താങ്കൾക്ക് മനസ്സിലായത്? ഇത് യാതൊരു കാരണമില്ലാതെയാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ വളരെ പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 6-7 മണിക്കൂറും ഒക്കെ ആകം കൊണ്ടുവരുന്നത്. ഒരു ദിവസം പരമാവധി ഒരു ദിവസമാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്താണ് 48 മണിക്കൂർ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്. ഈ 48 മണിക്കൂർ എംബാം ചെയ്ത മൃതദേഹം എവിടെ കൊണ്ടുവെക്കും? അത് വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല, ഈ ഇങ്ങനെ ഒരു നിയമം മറ്റൊരു കാര്യത്തിനുമില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പകർച്ചവ്യാധി തടയാനാണെന്നാണ്. പകർച്ചവ്യാധി പിടിപെട്ടിട്ടുള്ള ഒരു മൃതദേഹം ഇവിടെ നിന്ന് കയറ്റയക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സമ്മതിക്കില്ല, അവരുടെ സർക്കാർ സമ്മതിക്കില്ല. അപ്പൊ മറ്റേത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം ഗൾഫ് രാജ്യത്തു നിന്നുള്ള മൃതദേഹങ്ങൾ പോകുന്നത് ഉണ്ടാക്കുക എന്നുള്ളത് ഈ മരണപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ ആകാംക്ഷയും ഉത്കണ്ഠയും ആശങ്കയൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇത്തരം ഒരു ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പിൻവലിച്ചേ ഒക്കുള്ളൂ. റൈറ്റ്. ശ്രീ PM ജാബർ, ഞാൻ താങ്കളേക്ക് വരാം. KV അബ്ദുൾ ഖാദർ MLA കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ KV അബ്ദുൾ ഖാദർ MLA, പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിബന്ധന കൊണ്ടുവന്നത്. ഇതൊരു അന്താരാഷ്ട്ര നിയമമാണ്, അതുകൊണ്ട് ഇവിടെ നടപ്പാക്കിയേ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഈ രീതിയിലുള്ള ഒരു തടസ്സമില്ല. എത്രയും പെട്ടെന്ന് അവരവരുടെ നാട്ടിലേക്കുള്ള മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ അനാവശ്യമായ ഒരു കാലതാമസം ഉണ്ടാവുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഇതിനെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും സൗമ്യമായ ഒരു പദം ശുദ്ധമായ തെമ്മാടിത്തരാണ് എന്നാണ്. അതിനപ്പുറം ഇതിനകത്ത് വിശേഷിപ്പിക്കാൻ ഒന്നുമില്ല. ഇത് പകർച്ചവ്യാധികൾ അത് പടരാതിരിക്കാനാണ് എന്നത് ശരി. പക്ഷെ എവിടെയാണ് പകർച്ചവ്യാധി? നമുക്കറിയാം, നമ്മളെക്കാൾ കർശനമാണ് ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ. അവിടെ പകർച്ചവ്യാധികളുള്ളവരെ ജോലിയിൽ പ്രവേശിപ്പിക്കില്ല. മെഡിക്കൽ ഇല്ലാത്ത ഒരാളെയും തൊഴിൽ തുടരാൻ അനുവദിക്കില്ല. അങ്ങനെയുള്ള രാജ്യത്തും മരണങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. മരണങ്ങൾ സംഭവിക്കുന്ന ഹൃദയാഘാതം മൂലമാവാം, അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം, അല്ലെ മറ്റു അസുഖങ്ങൾ കൊണ്ട് മരിക്കാം. ഇങ്ങനെയുള്ള മരണങ്ങളൊന്നും ഈ പരിധിയിൽ വരുന്നതല്ല. പക്ഷെ കോഴിക്കോട് വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസർ കരുതുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രവർത്തകൻ അദ്ദേഹമാണ് എന്നാണ്. തന്റെ അധികാര പരിധിയിലുള്ള ഈ കാര്യം താൻ നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എത്ര വലുതാണ് എന്ന് ആ മനുഷ്യന് ബോധ്യമായില്ല എന്നതാണ് വിചിത്രമായ കാര്യം. ഇന്നലെ എയർലൈൻസിന് നൽകിയ ഇമെയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ആളുകൾക്ക് ഉണ്ടാക്കിയത്. ഷാർജ വിമാനത്താവളത്തിൽ വാരാണസിയിലേക്കുള്ള ഒരാളുടെ മൃതദേഹം തടഞ്ഞു വെക്കപ്പെട്ടു. കോഴിക്കോട്ടേക്കുള്ള മൃതദേഹം വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഇവിടെ കൊണ്ടുവന്നു. മറ്റു വിമാനത്താവളങ്ങളിലും എയർലൈൻ കമ്പനികൾ ഇതിൽ വാശി പിടിച്ചാൽ ആളുകൾ ബുദ്ധിമുട്ടും. നമുക്കറിയാം, ഈ പ്രവാസികൾ എന്ന് പറയുന്ന ജനവിഭാഗം നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയ്ക്ക് എത്ര ശക്തി വരുന്ന ആളുകളാണ്. അവരോട് തെല്ലെങ്കിലും കരുണയുള്ള ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം ഇങ്ങനെ പെരുമാറുമോ? ഇത് ധിക്കാരമെന്നോ ധാർഷ്ട്യമെന്നോ ഒക്കെ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ, ഇവിടെ ഒരു ഹെൽത്ത് ഓഫീസർക്കല്ലല്ലോ പരമാധികാരം. സാർവദേശീയ ചട്ടമനുസരിച്ച് കാര്യങ്ങൾ പാലിക്കണം എന്ന് പറയാനുള്ള യാതൊരു ചുമതലയും അദ്ദേഹത്തിനില്ല. നമ്മുടെ സർവീസ് റൂൾ അനുസരിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അറിയിപ്പുകളോ സർക്കുലറുകളോ നൽകണമെങ്കിൽ അതിന് ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്, അതിന് ചട്ടങ്ങളുണ്ട്. ഇന്റർനാഷണൽ നിയമം അദ്ദേഹത്തിന് ബാധകമാണ്. ഇവിടെ ആരോഗ്യ മന്ത്രാലയമോ അതിന്റെ ചുമതലപ്പെട്ട ആളുകളോ പറയാതെ ഇത്തരത്തിലൊരു ഓഫീസർ പണ്ടെങ്ങോ എഴുതി വെച്ചൊരു റൂൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആ റൂൾ ജനങ്ങളുടെ തലക്കടിക്കാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഭീഷണിയായിട്ടാണ്. KV അബ്ദുൾ ഖാദർ, നിലവിൽ തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്. കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പ് ഇതിൽ ഇടപെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയല്ലേ എല്ലാവരും ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ തലതിരിഞ്ഞൊരു നിലപാട് നൂറുകണക്കിന് ആളുകളെ വിഷമസ്ഥിതിയിലാക്കുന്നു. മരണം എന്ന് പറയുന്നത് ഏത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഥൻ നഷ്ടമായി എന്നാണ് അതിനർത്ഥം. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ആ ജീവിതാവസ്ഥയിൽ മരിച്ചയാളുടെ മൃതദേഹം കാണുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന അയാളുടെ ബന്ധുക്കളുടെ അവകാശമാണ്. ആ അവകാശത്തെ 4 ദിവസമെങ്കിലും തടയുക എന്നത് കുറ്റകൃത്യമായിട്ട് സമൂഹം കാണണം എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കേവലമായ ഒരു പ്രവാസി പ്രശ്നമായിട്ട് തീർച്ചയായും. PV അബ്ദുൾ വഹാബ് MB കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അബ്ദുൾ വഹാബ് MB, നേരത്തെയൊക്കെ
മരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ ഭാഗത്തു നിന്നുമുള്ളൊരു അശ്രാന്ത പരിശ്രമം ഉണ്ടാകുന്നു. രേഖകളൊക്കെ വളരെ പെട്ടെന്ന് ശരിയാകുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച എന്നതിനപ്പുറം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉടനടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സ്ഥിതിയല്ലേ ഉണ്ടായിരിക്കുന്നത്? വളരെ അത്യാവശ്യമായിട്ട് ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതുമായ ഒരു പ്രശ്നമാണുള്ളത്. നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. നാളെ എയർപോർട്ടിൽ ഈ കാര്യത്തെ പറ്റിയിട്ട് ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ട് എന്താണെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കാനോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി അറിയിക്കാൻ എയർപോർട്ടിന്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത മീറ്റിംഗ് ആണ്. ഞാൻ ഇന്നലെ ഈ മുഹമ്മദ് ജലാലുദ്ദീൻ എന്ന ഓഫീസറുമായി സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഇവിടെ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആരും കാണാതെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ചെറിയൊരു കൈക്കൂലി കൊടുത്തിരുന്നു. കാരണം എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇറങ്ങുമ്പോൾ പറയും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, വാക്സിനേഷൻ ഉണ്ടോ, ഇതുണ്ടോ, അതുണ്ടോ, ക്വാറന്റൈനിലിടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളന്ന് ചെയ്തിരുന്നത് എന്തെങ്കിലും ചെറിയ പൈസ കൈ കൊടുക്കുക, അവർ ഹാപ്പി, ഓക്കെ. പിന്നീട് ഇതൊക്കെ വിട്ടുപോയി. പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തും എന്ത് സംഗതി ഉണ്ടെങ്കിലും പെട്ടെന്ന് അറിയാനും ആ സമയത്ത് എന്തെങ്കിലും ചെയ്യുക എന്നല്ലാതെ ജനറലായിട്ട് ഹെൽത്തിന്റെ ഒരു കടമ്പ ഒഴിവാക്കിയിരുന്നു. പക്ഷെ ഇയാള് പുതുതായിട്ട് ഇവിടെ വന്നപ്പോ ഇയാൾക്ക് തോന്നിയതാണ് ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ചില ക്ലോസൊക്കെ പലയിടത്തും ഉണ്ട്, അതൊക്കെ എടുത്ത് തട്ടിക്കുറഞ്ഞെടുത്തിട്ട് ഇദ്ദേഹം തന്നെ താല്പര്യം എടുത്തിട്ട് നേരെ അയച്ചേക്കാണ് ഷാർജയിലേക്ക്. മറ്റേ എയർപോർട്ടിൽ നിന്ന് ആരും അയച്ചില്ല, കോർഡിനേറ്റഡ് ഗവൺമെന്റ് ആണ്. എന്തെങ്കിൽ ഇത് ഡൽഹിയിൽ നിന്ന് അയാൾ ഡൽഹി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ഒരു ജനറൽ ഒരു സർക്കുലറാണ് പോകേണ്ടത് എല്ലാ എയർപോർട്ടിലേക്കും, ലോകത്തിന്റെ എല്ലാ എയർപോർട്ടിലേക്കും, ഇന്ത്യയുടെ എല്ലാ എയർപോർട്ടിലേക്കും അയക്കേണ്ട സംഗതി ഇദ്ദേഹം മാത്രം കോഴിക്കോട്ടെ ഒരു ഓഫീസർ അതും ഷാർജയിലേക്ക് അയച്ചിട്ട് എന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട കാര്യം അങ്ങനെ സംഗതി അവിടെ മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതും ഡിസ്കസ് ചെയ്ത് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാവുന്ന സംഗതി ഉള്ളായിരുന്നു. അങ്ങനെ ആണെങ്കിൽ ഇദ്ദേഹം എന്നോട് പറയാണ് ഇത് മിസ്റ്റർ വഹാബ് അത് വലിയ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് അവിടുന്ന് ഇന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന ഇമെയിൽ ആവും, ഞാൻ അപ്പൊ തന്നെ ക്ലിയറൻസ് കൊടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അപ്പോഴത്തേക്ക് 48 മണിക്കൂർ വന്ന് നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനാണോ ഈ നിങ്ങളെന്ന് വിളിക്കണം എന്ന് പറഞ്ഞത്? നിങ്ങളില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ലീവാണെങ്കിലോ ആ സമയത്ത് കിട്ടിയില്ലെങ്കിലോ? കാരണം ഇതൊക്കെ വളരെ ഞാനൊക്കെ ഇതിൽ പല കൊല്ലം ഇടപെട്ട സംഗതിയാണ്. പല ബോഡി എന്റെ സ്വന്തം ആൾക്കാരുടെ ബോഡി മറ്റുള്ളവരുടെ ബോഡിയൊക്കെ അയക്കാൻ നമ്മളൊക്കെ വളരെയധികം കോർഡിനേറ്റഡ് എഫർട്ട് 4-5 ആൾക്കാർ പല ഓഫീസേഴ്സ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് രാവും പകലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ നിന്ന് രാത്രിയാണെങ്കിൽ പല എംബസി ഓഫീഷ്യൽസ് ഒക്കെ ഉണർന്നിരുന്ന് അവരൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഇവിടെ എത്താൻ. എന്നിട്ട് അവിടുത്തെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എംബാമേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ എംബാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെക്കാൻ പറ്റില്ല. അവിടെ പെട്ടിയിലാക്കി കഴിഞ്ഞാൽ ഉടനെ പോകണം. അത് ഇവിടുത്തെ ടിക്കറ്റ് ഓക്കെ ആണെങ്കിലേ എംബാം ചെയ്ത് കിട്ടുള്ളൂ. ഇത് ടിക്കറ്റ് ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഇവിടുന്ന് ക്ലിയറൻസ് വേണം. ഇദ്ദേഹത്തിന്റെ വാക്കാലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഇമെയിൽ ഇവിടെ വരണം. അത് ഞാൻ തരാമെന്ന് എന്നോട് പറഞ്ഞ് അങ്ങനെ ബോഡി വരാനില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 48 മണിക്കൂർ എന്നുള്ളത് അയാളുടെ ഞാനിങ്ങനെ ഒരു ഓഫീസർ ഉണ്ട്, മുഹമ്മദ് ജലാലുദ്ദീൻ ഇവിടെ കോഴിക്കോടുണ്ട്, അദ്ദേഹത്തെ കണ്ട് പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. അങ്ങനെ പല ഓഫീസർമാർ പലയിടത്തുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് എന്നും ഇവിടെ ബോഡി വരുന്നുണ്ട്, എവറി ഡേ ഓൾമോസ്റ്റ്, ചിലപ്പോൾ 2-3 ഉണ്ടാവും. അപ്പൊ ഇത് അദ്ദേഹം എന്നോട് സംസാരിച്ച പ്രകാരമാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നുമല്ല, ഇയാള് പൊടി തട്ടിയെടുത്ത് ഇയാളേതോ ഇവിടെ ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇയാൾ പറയാണ് ബോംബെയില് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഇവിടെ വന്നിട്ട് ഞാൻ ഒക്കെ ശരിയാക്കി. ഞാൻ ശരിയാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ശരിയാക്കിയ മാതിരി ഇയാൾ പറയുന്നത്. കാരണം ക്വാറന്റൈൻ ഉണ്ടാക്കി, അതുകൊണ്ട് നമ്മുടെ വിദേശത്തു നിന്നുള്ളതൊന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യരുത്, വളരെ സൂക്ഷിക്കണം എന്നൊക്കെ ഇയാൾ എന്നെ പഠിപ്പിക്കുക. അപ്പൊ ഇത് എന്റെ അഭിപ്രായത്തിൽ നാളെ മീറ്റിംഗ് ഉണ്ട്. ഏതായാലും ഇന്നിപ്പോ ഞായറാഴ്ച, നാളെ മീറ്റിംഗ് ഉണ്ട്. നാളെ ശക്തമായി കേസ് എടുത്തിട്ട് ഈ കേസ് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രിന്റെ അടുത്ത് അവിടെ, അതല്ല എയർപോർട്ട് അതോറിറ്റിയിലാണ് അവിടെ എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രവാസി കാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻസ് പോകണം. അങ്ങനെ ഇത് പെട്ടെന്ന് ഇതുപോലുള്ള ഓഫീസറെ ഇയാൾ ആദ്യം സ്ഥലം മാറ്റണം, നിലവാക്കി ശരിയാവുള്ളൂ. കാരണം ഇയാളുടെ ഈഗോ ക്ലാഷ് ആയിരിക്കും. ഇനിയിപ്പം അയാൾ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അയാളെ അവസാനം വരെ പിടിക്കും. ഞാൻ പറഞ്ഞതാണ് ശരി, ഇത് ഉത്തരവില് എവിടെയോ കിടപ്പുണ്ട്, ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്രയോ കാലം മുമ്പുള്ള വല്ലതും ആയിരിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ അതിനൊന്നും ആവശ്യമില്ല.
തീർച്ചയായും വളരെ നന്ദി ശ്രീ അബ്ദുൽ വഹാബ്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് എന്തായാലും നാളെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ശ്രീ PM ജാബിർ, ഇപ്പോൾ വഹാബ് MP സൂചിപ്പിച്ചതുപോലെ ആ ഉദ്യോഗസ്ഥന്റെ സ്വന്തം തീരുമാനപ്രകാരം ഉണ്ടായിട്ടുള്ള ഒരു ഉത്തരവ് എന്നാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. നാളെ എന്തായാലും യോഗമുണ്ട്, ആ യോഗത്തിൽ ഇത് തിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇനി വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മുടെ അധികൃതർക്ക് ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും, കാരണം ഇത് ഇദ്ദേഹം മാത്രം ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു എയർപോർട്ടും ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഇതിന് പ്രത്യാഘാതം വളരെ വളരെ വലുതാണ്. എയർലൈൻസുകൾക്കാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എയർലൈൻസ് ഇത് മറ്റ് എയർപോർട്ട്സിലേക്കും സ്വീകരിക്കാത്തത്. ഇനി ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതേ രീതിയിൽ 3 വർഷം മുമ്പ് ഇതേ രീതിയിൽ വന്നിരുന്നതാണ്. അന്ന് എല്ലാവരും കൂടെ ശക്തമായി പ്രതിഷേധപ്പെട്ടാണ് പിൻവലിച്ചത്. ഇനിയും ഇത് വീണ്ടും അടക്കാൻ ഉദ്യോഗസ്ഥൻ മാറുന്നതനുസരിച്ച് ഇത് വരാതിരിക്കണമെങ്കിൽ ഇത് എടുത്തു കളയുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ PM ജാബിർ. ഷിനോ ഷംസുദ്ദീൻ തുടരുന്നു. ഷിനോജി, ഇപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്? ഈ ഉത്തരവ് എത്രയും പെട്ടെന്ന് പിൻവലിക്കുക, മറിച്ച് ഈ ഉത്തരവ് വോയിഡ് ആണ് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗൾഫിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും എയർലൈൻസിലേക്കും എത്തിക്കുക എന്നുള്ള ആവശ്യമാണ് പ്രവാസികൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ നാട്ടിനും ഇവിടെയുമായി സംഘടിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് പ്രവാസി സംഘടനകൾ. എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. നാളെ ഇക്കാര്യത്തിൽ ഒരു യോഗമുണ്ട്, അതിൽ ഈ തീരുമാനം തിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അബ്ദുൽ വഹാബ് MP പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇത് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെതിരെയുള്ള പ്രതിഷേധവും യോഗത്തിലുണ്ടാകും. ഷിനോ ഷംസുദ്ദീനാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്.